ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് കണ്ടിന്യൂ ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് നമ്മൾ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തുള്ള ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രേക്ക് ഡിസ്കസ് ചെയ്തു. ഇന്ന് കണ്ടിന്യൂ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് ലൂപ്പുകളിലാണ്. അതായത് അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് നമ്മളിത് കൂടുതലും ലൂപ്പിൽ യൂസ് ചെയ്യുന്നത്. മറ്റ് ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റുകളെ പോലെ തന്നെ നമ്മളുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ്റെ ആ ഒരു ഫ്ലോ ഓഫ് കൺട്രോൾ ഇൻ്ററപ്റ്റ് ചെയ്യുകയും അതേപോലെ തന്നെ അതിൻ്റെ ഫ്ലോ ഓഫ് കൺട്രോൾ ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഈ കണ്ടിന്യൂ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് അവിടെ ഒരു ഡിഫറൻസ് വരുന്നത്? നമ്മൾ ബ്രേക്കിനകത്തൊക്കെ ആ ലൂപ്പിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് പുറത്ത് വന്നിരുന്നു. ഇവിടെ പക്ഷെ അങ്ങനെയല്ല നടക്കുന്നത്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ താഴെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഐട്രേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഐട്രേഷൻ വീണ്ടും എക്സിക്യൂഷൻ നടക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മറ്റേതൊക്കെ ടെർമിനേറ്റ് ചെയ്ത് ലൂപ്പിൽ നിന്ന് വരികയാണ് ചെയ്തിരുന്നത്. ഓക്കെ, rather than terminating the loop, it stops the execution of the statement underneath and take control to the next iteration. ഇവിടെ നമ്മൾ ആ ലൂപ്പിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ള ഒറ്റ മീനിങ് മാത്രമല്ല നടക്കുന്നത്. അതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആ എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഐട്രേഷൻ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്യാതെ ബാക്കിയൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. നമുക്കിവിടെ ഒരു പ്രോഗ്രാം വെച്ചിട്ടൊക്കെ നോക്കാവുന്നതാണ്. In the case of nested loop, the continue passes the control to the next iteration of the inner loop where it is present and not to any of the outer loop. നെസ്റ്റഡ് ലൂപ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അതിനകത്ത് ഇന്നർ ലൂപ്പിനകത്താണ് ഈ ഒരു ഇഷ്യൂ വരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂ എന്ന് പറയുന്ന ജമ്മിങ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതെന്ന് വെച്ചാൽ ആ ഇന്നർ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഐട്രേഷൻ ചെയ്യും. ഒരിക്കലും അതിൻ്റെ ഔട്ടർ ലൂപ്പിനെ അതെന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല എന്നുള്ളതാണ് നെസ്റ്റഡ് ലൂപ്പിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് ഇത് മൊത്തം ക്യാപിറ്റലാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ സ്മോളിലാക്കിയോളൂ. നമ്മൾ ഈ ഒരു സ്ലൈഡ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ സെറ്റായി വരുന്നതാണ് കേട്ടോ. നിങ്ങൾ സ്മോളിലാക്കിയാൽ മതി. ഓക്കെ, നമ്മൾ ij എന്ന 2 വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്, i = 1 ആണ്. പിന്നെ കണ്ടീഷൻ എന്താണ്, i <3 ആണ്. പിന്നെ i++ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ഫോർ ലൂപ്പിനകത്ത് j = 1, j <5, j++ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു നെസ്റ്റഡ് ലൂപ്പായിട്ട് വരികയാണെങ്കിൽ, ഇതിപ്പോൾ നെസ്റ്റഡ് ലൂപ്പായിട്ടല്ല വന്നത്, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് എക്സിക്യൂഷൻ നടക്കുക നമ്മളിപ്പോൾ മുന്നേ ഡിസ്കസ് ചെയ്തു. എങ്ങനെയായിരുന്നു, അതിൻ്റെ ഇന്നർ ലൂപ്പിനകത്തുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഐട്രേഷൻ ചെയ്യും. അല്ലാതെ അതിൻ്റെ ഔട്ടർ ലൂപ്പിനെ അത് ബാധിക്കുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു എക്സാമ്പിളിൻ്റെ ഒരു പ്രത്യേകത, ഇതിനകത്ത് ഇന്നർ ലൂപ്പും ഉണ്ട് ഔട്ടർ ലൂപ്പും ഉണ്ട്. അപ്പോൾ ഏത് ലൂപ്പിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇഫ് j = 2, j 2 ആയി വരുന്ന സാഹചര്യങ്ങളിലൊക്കെ കണ്ടിന്യൂ. ഓക്കെ, കണ്ടിന്യൂ എന്നാൽ എന്താണ്, പിന്നെ അതിൻ്റെ താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും എക്സിക്യൂട്ട് ആവില്ല. printf %d, j എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലേ സ്റ്റേറ്റ്മെൻറ്റ്, അത് എക്സിക്യൂട്ട് ആവില്ല. അതായത് j = 2 വരുന്ന സാഹചര്യത്തിൽ അത് എക്സിക്യൂട്ട് ആവില്ല. വീണ്ടും എന്ത് ചെയ്യും, നമ്മളുടെ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യും, ഐട്രേഷൻ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എങ്ങനെയാണ് ഇത് എക്സിക്യൂഷൻ നടക്കുന്നത് നോക്കാം. ആദ്യം i എന്താണ്, 1 ആണ്. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് i <3 കറക്റ്റാണ്. അപ്പോൾ നമ്മൾ താഴേക്ക് പോകും, j 1 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ if j = 2 ആണോ നോക്കും, അല്ല, അതുകൊണ്ട് ആ 1 പ്രിൻറ്റ് ചെയ്യും. പിന്നെ നോക്കുന്ന കേസ് വരുമ്പോൾ ഇത് j ഇൻക്രിമെൻറ്റ് ചെയ്ത് വരും. അങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് വരുമ്പോൾ 2 എന്താവില്ല, ചെയ്യുമ്പോൾ അത് എക്സിക്യൂട്ട് ആവില്ല. അങ്ങനെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. പിന്നെ 3 ആകുമ്പോൾ ഓക്കെ അത് എക്സിക്യൂട്ട് ആവും എന്നുള്ള രീതിയിലാണ് എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് അവിടെ എക്സിക്യൂട്ട് ആവുക, അതായത് 1 ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇന്നർ ലൂപ്പ് നോക്കാം ആദ്യം. j = 1 ആണ്. അപ്പോൾ ഓക്കെ, 1 എന്ന് പറഞ്ഞാൽ 5നേക്കാൾ ചെറിയ നമ്പറാണ്. അതേപോലെ തന്നെ ഈ j = 2 ആണോ നോക്കുമ്പോൾ അല്ല, j = 1 ആണ്. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ 1 എക്സിക്യൂട്ടായി. 2ൻ്റെ കേസ് വരുമ്പോൾ എന്താ നടക്കുക, ഒരിക്കലും 2 എക്സിക്യൂട്ട് ആവില്ല, കാരണം അവിടെ കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ 3ൻ്റെ കേസ് വരുമ്പോൾ ഓഫ് കോഴ്സ് എക്സിക്യൂട്ട് ആവും, കാരണം 3ക്ക് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പിന്നെ 4ൻ്റെ കേസ് വരുമ്പോൾ 4ഉം സക്സസ്ഫുൾ ആകും, കാരണം 4നകത്തും റെസ്ട്രിക്ഷൻസ് ഇല്ല. പിന്നെ 5ൻ്റെ കേസ് വരുമ്പോൾ 5 <5 എന്ന് പറയുന്നത് ഒരു ഫാൾസ് ആണ്.
5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കൊടുത്തിരുന്നെങ്കിൽ കറക്റ്റ് ആകുമായിരുന്നു. ഓക്കെ, അപ്പോൾ 1ഉം എക്സിക്യൂട്ട് ആവും, 3ഉം എക്സിക്യൂട്ട് ആവും, 4ഉം എക്സിക്യൂട്ട് ആവും. 3 നമ്പേഴ്സാണ് എക്സിക്യൂട്ട് ആവുക ഞാൻ മനസ്സിലാക്കിയ പ്രകാരം. പിന്നെ വരുന്നത് നമ്മൾ ഔട്ടർ ലൂപ്പിലേക്ക് തിരിച്ചു വരും. അപ്പോൾ i ഈക്വൽ ടു 1 വെച്ചിട്ടുള്ളതാണ് നമ്മൾ ചെയ്തത്. പിന്നെ i++ ആണ് നടക്കുന്നത്, അതായത് ഔട്ടർ ലൂപ്പിനകത്തുള്ള ഇൻക്രിമെൻ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ എന്തായി, i ഈക്വൽ ടു 2 ആയി. 2 ലെസ് ദാൻ 3 ആണ്, ചെക്ക് ചെയ്യും, കറക്റ്റാണ്. അപ്പോൾ വീണ്ടും നമ്മളുടെ ജെ എന്ന ലൂപ്പ് എക്സിക്യൂട്ട് ആവും. ആദ്യം 1 പ്രിൻ്റ് ആവും, പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല, 1 പ്രിൻ്റ് ആവും. പിന്നെയും 2ൻ്റെ കേസ് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതെ വരും. റിസൾട്ടായിട്ട് അവിടെ ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്, അത് എക്സിക്യൂട്ട് ആവില്ല, അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഇറ്ററേഷനിലേക്ക് പോവുക. പിന്നെ 3 കൊടുക്കും, പിന്നെ 4 കൊടുക്കും, 5 കൊടുക്കില്ല. കാരണം എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, ജസ്റ്റ് ലെസ് ദാൻ 5 എന്നേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾ ആ ഫാൾട്ട് വരുത്താൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട്. 1, 3, 4, അതായത് ഫസ്റ്റ് റൗണ്ട് ആ ഒരു ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ആകുമ്പോൾ 1ഉം 3ഉം 4 വരും. 5 വരാതിൻ്റെ കാരണം ഞാൻ വീണ്ടും പറയുകയാണ്, ലെസ് ദാൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്താൽ കറക്റ്റ് ആകുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ആയി എന്നുള്ളതിൻ്റെ തെളിവാണ് 1ഉം 3ഉം 4ഉം വന്നിട്ടുള്ളത്. പിന്നെയും ഒരിക്കൽ കൂടി 1ഉം 3ഉം 4ഉം വന്നിട്ടുണ്ട്. അതിനർത്ഥം ഔട്ടർ ലൂപ്പും ഇന്നർ ലൂപ്പും ഒക്കെ എക്സിക്യൂട്ട് ആയി എന്നാണ് അതിൻ്റെ മീനിങ്. In this program, we see that the printf instruction for the condition j equal to 2 is skipped each time during the execution because of continue. ഈ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത പ്രകാരം j equal to 2 എന്നുള്ള സമയം വരുമ്പോഴൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു പ്രോഗ്രാം ആ ഏരിയ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇറ്ററേഷനിലേക്ക് പോകും. We also see that only the condition j equal to 2 gets the affected by the continue. The outer loop run without any disruption in its iteration. അതായത് ഇവിടെ നമ്മൾ കണ്ടൊരു പ്രത്യേകത എന്തായിരുന്നു, j ഈക്വൽ ടു 2 വരുന്ന സമയങ്ങളിൽ മാത്രമേ എന്താ നടക്കുന്നുള്ളൂ, അവിടെ ആ ഒരു ഇൻറ്ററപ്ഷൻ നടക്കുന്നുള്ളൂ. അതൊരിക്കലും എന്ത് നടക്കുന്നില്ല, നമ്മുടെ ഔട്ടർ ലൂപ്പിനെ ഒരു തരത്തിലും ഡിസ്റപ്റ്റ് ചെയ്യുന്നില്ല, അതിൻ്റെ ഐട്രേഷനെ മുടക്കുന്നൊന്നും ചെയ്യുന്നില്ല. അതാണ് ഈ കണ്ടിന്യൂ പറഞ്ഞ ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തായിരുന്നു കണ്ടിന്യൂവിൻ്റെ പ്രത്യേകത, അത് നമ്മൾ ബ്രേക്കൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ തന്നെയുള്ള ഒരു ജമ്പിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ നെക്സ്റ്റ് ഐട്രേഷനിലേക്കാണ് പോകുന്നത്, അല്ലാതെ ലൂപ്പിൽ നിന്ന് ടെർമിനേറ്റ് അടിച്ച് പുറത്തേക്ക് വരുന്നില്ല. ആ സമയമാകുമ്പോൾ നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് മൂവ് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയാണ് നമുക്ക് കണ്ടിന്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ കണ്ടിന്യൂ ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞു, ഏത് സമയത്താണ് നമ്മളത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു, പിന്നെ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്, പക്ഷേ ആ ഒരു ലോജിക്ക് ക്ലിയർ ആവാത്തവർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും. കൺഫ്യൂഷൻ കൂടുതൽ വരിക ഫോർ ലൂപ്പിനകത്തുള്ള സിൻറ്റാക്സിൻ്റെ ബേസിലായിരിക്കും. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ, ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള 100 സംശയങ്ങളായിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ പ്രോഗ്രാം സിമ്പിളായിട്ടുള്ള ഒന്ന് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അതിൻ്റെ എക്സാമ്പിൾ അതെങ്ങനെ നമുക്ക് കിട്ടിയെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് കണ്ടിന്യൂവിനെ കുറിച്ച് പറയാനുള്ളത്. കൺസെപ്റ്റുകൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.